ഗുഡ് ഈവനിങ് ഓൾ. നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് ഏവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ 678 ഒഴിവുകളുടെ ഒരു വേക്കൻസി സ്റ്റാറ്റസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗ്രൂപ്പുകളെല്ലാം സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു 678 ഒഴിവുകളുടെ ഡീറ്റെയിൽസ്. അത് ഓരോ സോണൽ തിരിച്ചുള്ള ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ആയിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടത്. സോ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ ഉടൻ തന്നെ വരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇലക്ഷന് മുന്നേ തന്നെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ ത്രൈമാസ കലണ്ടറിൽ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് ഓൾറെഡി തന്നെ ഇലക്ഷന് മുന്നേ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിരുന്നത്. സോ അപ്പോൾ അതിന്റെ വേക്കൻസി പൊസിഷനാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഓരോ സോണൽ ബേസ് ആയിട്ട് തന്നെ കൃത്യമായിട്ടുള്ള വേക്കൻസി സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 678 ഒഴിവുകളാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഈ റെയിൽവേ സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. റെയിൽവേ സ്റ്റാഫ് നേഴ്സ് റിക്രൂട്ട്മെന്റ് എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ അവസാനമായിട്ട് എക്സാം നടന്നത് 2019 കേട്ടോ. 2019 എക്സാം നടന്നത്. അതിന് മുന്നേ നടന്നത് 2015 ഫെബ്രുവരിയിലാണ്. അപ്പോൾ 2 എക്സാം ഈ 5 വർഷമായിട്ടാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ അന്ന് 2019 വേക്കൻസി 1100-ലധികം വേക്കൻസി ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇത്തവണ 678 ഒഴിവുകൾ മാത്രമാണ് ഉള്ളത്. അത് ഇന്ത്യ മൊത്തമാണ്, വിവിധ റീജിയൽ തിരിച്ചാണ്. സോ റെയിൽവേയുടെ സ്റ്റാഫ് നേഴ്സ് എക്സാം എന്ന് പറയുമ്പോൾ ഇത് കാറ്റഗറി സിയിലാണ് വരുന്നത്. ESIC എക്സാം അത് ബിയിൽ വന്നതുകൊണ്ടാണ് ഓൾ ഇന്ത്യ എക്സാം ആയിട്ട് മാറിയത്. പക്ഷെ ഇതുകൊണ്ട് തന്നെ ഈ റെയിൽവേ എക്സാം എന്ന ഓരോ സോണൽ ബേസിസിലായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോണിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഏറ്റവും അടുത്തുള്ള സോൺ എന്ന് പറയുന്നത് ചെന്നൈ ഡിവിഷനാണ്. സോ ചെന്നൈയിലാണ് വേക്കൻസി 58 വേക്കൻസിയാണ് ഇത്തവണ ഉള്ളത്. കഴിഞ്ഞ തവണ അത് 70-ന് മുകളിൽ 78 എന്തോ ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ഇത്തവണ 58 വേക്കൻസിയാണ് ഉള്ളത്. പിന്നെ ബാംഗ്ലൂർ ഉണ്ട്, സെക്കന്ദരാബാദ് പക്ഷേ കഴിഞ്ഞ തവണ അത്യാവശ്യം വേക്കൻസി ഉണ്ട്, ഇത്തവണ വേക്കൻസി കാണുന്നില്ല, കുറവാണ്. പിന്നെ മുംബൈ ഡിവിഷനാണ് അത്യാവശ്യം വേക്കൻസി ഉള്ളത് കേട്ടോ. സോ അങ്ങനെ ഒരു സോണൽ വൈസ് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. പിന്നെ സാലറി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 7th പേ കമ്മീഷനാണ് പേ സ്കെയിൽ വരുന്നത്. അതിനോടൊപ്പം ആനുകൂല്യങ്ങൾ വരുന്നത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ DA 50%-ഓളമായി, പിന്നെ മറ്റ് ആനുകൂല്യം HRA പോലുള്ള ആനുകൂല്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അത് പോയിട്ട് റെയിൽവേ സ്റ്റാഫിന് ഒത്തിരി മറ്റു ബെനിഫിറ്റുകളും ഉണ്ട് കേട്ടോ. സോ ആ ബെനിഫിറ്റുകൾ എന്താണെന്നൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഈ കൊടുത്തിരിക്കുന്നത് റെയിൽവേ സ്റ്റാഫ് നേഴ്സ് ആയിട്ട് ഒരു 8 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫ് നേഴ്സിന്റെ കഴിഞ്ഞ മാസമുള്ള സാലറി സ്ലിപ്പാണ് കേട്ടോ. സോ നമ്മുടെ നേഴ്സിംഗ് സ്റ്റാഫ് നേഴ്സിന്റെ റെയിൽവേയുടെ ശരിക്കുള്ള ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് സ്റ്റാഫ് നേഴ്സ് എന്നോ നേഴ്സിംഗ് ഓഫീസർ എന്നോ അല്ല, നേഴ്സിംഗ് സൂപ്രണ്ട് എന്നാണ് ശരിക്കും ഡെസിഗ്നേഷൻ വരുന്നത് കേട്ടോ. സോ നേഴ്സിംഗ് ഓഫീസറോ സ്റ്റാഫ് നേഴ്സ് അല്ല, നേഴ്സിംഗ് സൂപ്രണ്ട് എന്നാണ് ഡെസിഗ്നേഷൻ ശരിക്കും വരുന്നത്. സോ ഇതൊരു 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിന്റെ സാലറി സ്ലിപ്പാണ്. അതില് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 1,01,168 ആണ്. അതിൽ തന്നെ HRA എന്ന് പറയുന്നത് ഹൗസ് റെന്റ് അലവൻസ് ഇതിൽ കൊടുത്തിട്ടില്ല അല്ലെ. ഈ മാസം മുതൽ ഹൗസ് റെന്റ് അലവൻസ് 30%. എ ഗ്രേഡ് സിറ്റികൾക്ക് 30%. നേരത്തെ 27 ആയിരുന്നു, അതിപ്പോ ഈ മാസം മുതൽ 30% ആകാൻ പോകുന്നത്. സോ ഇത് അവിടെ ക്വാർട്ടേഴ്സിൽ തന്നെ താമസിക്കുന്ന ഒരു സ്റ്റാഫിന്റെ സാലറി സ്ലിപ്പ്. അതുകൊണ്ടാണ് HRA വരാത്തത്. HRA 30% വരുമ്പോൾ അത് തന്നെ ഏകദേശം 15,000 രൂപ വരുന്നുണ്ട് അല്ലെ. സോ അത് പോയിട്ടാണ് ഈ 1,01,168 എന്ന് പറയുന്ന സാലറി വരുന്നത് ടോട്ടല്. ഇനി അതിൽ വരുന്ന അലവൻസുകൾ നോക്കിയേ. ഡിയർനെസ് അലവൻസ് അത് ഈ മാസം മുതൽ വീണ്ടും കൂടുന്നുണ്ട്, 50% ആവുന്നുണ്ട്. ദെൻ ഇതിൽ 56,900, അത് ഇത്തിരി 8 വർഷം ആയതുകൊണ്ടാണ് അത്രയും കൂടുതൽ വരുന്നത്. ശരി, 40 സംതിങ് വരുന്നുള്ളൂ. ദെൻ മറ്റു അലവൻസുകൾ നോക്കിയോ. ട്രാൻസ്പോർട്ട് അലവൻസ് 5,400, പേഴ്സണൽ പേ ക്വാളിഫിക്കേഷൻ 1,040, സ്പെഷ്യൽ പേ ഓർ അലവൻസ് 378. അടുത്തത് നേഴ്സിംഗ് അലവൻസ്. നേഴ്സിംഗ് അലവൻസ് 7,200 ആണ്. ഈ മാസം മുതൽ അത് 7,200-ന് പകരം 9,000 രൂപയാണ്. കാരണം 50% ആകുന്നതുകൊണ്ട് തന്നെ അത് 9,000 രൂപയായിട്ട് മാറും. ഡിയർനെസ് അലവൻസ് അതുപോലെ 1,800 എന്ന് പറയുന്നത് അതിന് പകരം അത് 25% കൂടി അത് 2,250 ആയിട്ട് ഈ മാസത്തെ സാലറി മുതൽ ഇൻക്രീസ് ആവും. അത് അരിയർ ഉൾപ്പെടെയാണ് വരുന്നത്. സോ അപ്പൊ ഇതല്ല ശരിക്കുള്ള സാലറി സ്ലിപ്പ്. അപ്പൊ ഇതിലും കൂടുതൽ എമൗണ്ട് പേ ആയിട്ട് വരുന്നുണ്ട്. അതായത് ഒരു 90,000-ന് മുകളിൽ ടോട്ടൽ സാലറി ജോയിൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ 80,000 രൂപയോളം സാലറി കയ്യിൽ കിട്ടും. 80,000-ന് മുകളിൽ സാലറി ഈ മാസം മുതൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് കയ്യിൽ സാലറി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഒരു മാസം 80,000-ന് മുകളിൽ കട്ടിങ്ങുകളെല്ലാം പോയിട്ട്, NPS നാഷണൽ പെൻഷൻ സ്കീമിന്റെ കട്ടിങ് എല്ലാം പോയിട്ട് ബാക്കി തന്നെ 80,000-ന് മുകളിൽ സാലറി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എ ഗ്രേഡ് സിറ്റി ഒക്കെ ആണെങ്കിൽ. ഓക്കെ ആണോ? സോ അത്രയും വലിയൊരു സാലറി നിങ്ങൾക്ക് കിട്ടും. ഇത് മാത്രമല്ല, മറ്റു കുറച്ച് ബെനഫിറ്റുകളും ഉണ്ട്. അതായത്
കംപ്ലീറ്റ് മെഡിക്കൽ കവറേജ് ഫോർ എംപ്ലോയി ആൻഡ് ഫാമിലി മെമ്പേഴ്സിനും എംപ്ലോയിക്ക് കംപ്ലീറ്റ് മെഡിക്കൽ കവറേജ് കിട്ടും. അതുപോലെ തന്നെ എല്ലാ വർഷവും ദസറ ബോണസ്, നമുക്കറിയാം ദീപാവലി സമയത്ത് ആ ഒരു ടൈമില് ദസറ ബോണസ് ആയിട്ട് അവർക്ക് 18,000 രൂപ അറൗണ്ട് ഇയർലി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിന് എംപ്ലോയിക്ക് 3rd AC-യിൽ ട്രാവൽ ചെയ്യാനുള്ള പാസ് കിട്ടും. അതുപോലെ തന്നെ മറ്റ് സെൻട്രൽ ഗവൺമെന്റ് ജോബുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയിംസിലെ സെൻട്രൽ ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ എക്സാമിനേക്കാളും ഒക്കെ വളരെ ലൈറ്റ് ഡ്യൂട്ടിയാണ് റെയിൽവേ ഹോസ്പിറ്റലുകളിലെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജുകളും വളരെയധികം സാലറി ബെനിഫിറ്റും ഉള്ള ഒരു ജോലിയാണ് റെയിൽവേയിലെ സ്റ്റാഫ് നേഴ്സ് ജോലി. സ്റ്റാഫ് നേഴ്സ് അല്ല, നഴ്സിംഗ് സൂപ്രണ്ട് ജോലി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഇനി അറിയേണ്ടത് ഓരോ ഡിവിഷനിലെയും എത്ര ഒഴിവുകൾ വെച്ചാണ് ഉള്ളതെന്നുള്ളതാണ്. സോ ഓരോ സോണുകൾ അല്ലെങ്കിൽ റീജിയനുകളാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ, ഈസ്റ്റ് കോസ്റ്റ്, ഈസ്റ്റ് സെൻട്രൽ, നോർത്ത് സെൻട്രൽ, നോർത്ത് ഈസ്റ്റേൺ, നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ, നോർത്തേൺ, നോർത്ത് വെസ്റ്റേൺ, സൗത്ത് സെൻട്രൽ, സൗത്ത് ഈസ്റ്റ് സെൻട്രൽ, സൗത്ത് ഈസ്റ്റേൺ, സദേൺ വെസ്റ്റേൺ, വെസ്റ്റ് സെൻട്രൽ, വെസ്റ്റേൺ. അങ്ങനെ ഓരോ സോൺ അല്ലെങ്കിൽ റീജിയനുകളായിട്ടാണ് വേക്കൻസി സ്റ്റാറ്റസ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ളത് ചെന്നൈ ആണ്. ചെന്നൈ വരുന്നത് സദേൺ റീജിയൻ ആണ്. തിരുവനന്തപുരം, കേരളത്തിലൊക്കെ വേക്കൻസി ഭാവിയിൽ വരാം. കാരണം ഇത്രയും 10 വർഷമായിട്ടൊക്കെ ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷിക്കുക ഒത്തിരി പേര് ചെന്നൈ ഡിവിഷനിൽ തന്നെ ഉണ്ട്. അപ്പോൾ ചെന്നൈയിൽ വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് 58 വേക്കൻസിയാണ് സദേൺ റീജിയൻ. അതുപോലെ സൗത്ത് വെസ്റ്റേൺ ബാംഗ്ലൂർ 25 ഉണ്ട്. പിന്നെ വരുന്നത് നമുക്ക് അടുത്ത് ഏറ്റവും വരുന്നത് മുംബൈ ആണ്. മുംബൈ വേക്കൻസി സെൻട്രൽ ആണെങ്കിൽ 84 വേക്കൻസി വരുന്നുണ്ട്. മുംബൈ ബിലാസ്പൂരും രണ്ടും കൂടി 97 വേക്കൻസി ഉണ്ട്. പിന്നെ അതുപോലെ വരുന്നത് കൊൽക്കത്തയിൽ ഒത്തിരി മലയാളീസ് വർക്ക് ചെയ്യുന്നതാണ്. കൊൽക്കത്തയിലും 70-ലധികം വേക്കൻസീസ് വരുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ഓരോ റീജിയൻ ബേസ് ആയിട്ട് തന്നെ അപേക്ഷിക്കാൻ കഴിയും. ഇനി ഇതിന്റെ മറ്റൊരു സാധ്യത കൂടി ഞാൻ പറയാം. നിങ്ങൾക്കറിയാം എയിംസ് നോർസെറ്റ് എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ നിങ്ങളൊക്കെ പറയുന്നതാണ് എല്ലാം നോർത്ത് ഇന്ത്യൻസ് കൊണ്ടുപോകുന്നു. മറ്റ് രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ നേഴ്സുമാരാണ് ഏറ്റവും കൂടുതൽ ക്വാളിഫൈ ആകുന്നതെന്ന് അല്ലെ. സോ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത, ആ ഒരു നോർത്ത് ഇന്ത്യൻ നേഴ്സുമാർ, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാന നേഴ്സുമാരൊക്കെ അപേക്ഷിക്കുന്നത് അവരുടെ അടുത്തുള്ള റീജിയനിലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും സാധ്യതയാണ് സദേൺ റീജിയനിൽ, അതുപോലെ ബാംഗ്ലൂരിലെ സൗത്ത് വെസ്റ്റേൺ റീജിയനിലൊക്കെ അപേക്ഷിച്ചാലുള്ളത് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഓപ്ഷനാണ്. കാരണം അവരുടെ കോമ്പറ്റീഷൻ കുറവായിരിക്കും. നോർത്തേൺ അവർ വന്ന് ഇങ്ങോട്ട് എഴുതുന്നത് വളരെ കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ സദേൺ റീജിയനിലുള്ളവർ മാത്രമേ ഈ ചെന്നൈയും ബാംഗ്ലൂരും ഒക്കെ എക്സാം എഴുതുള്ളൂ. പിന്നെ സെക്കന്ദരാബാദ് ഉണ്ടായിരുന്നു ഇത്തവണ, പക്ഷേ സെക്കന്ദരാബാദ് ഒരു വേക്കൻസി പോലും കാണിക്കുന്നില്ല. നിലവിൽ അവിടെ 23 വേക്കൻസി ഉണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷേ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ എനിവേ അതുകൊണ്ട് തന്നെ ഈ നോട്ടിഫിക്കേഷനിൽ അത് കാണിക്കുന്നില്ല. സോ സെക്കന്ദരാബാദ് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ മലയാളികൾ വർക്ക് ചെയ്യുന്ന ഒരു റെയിൽവേ ഹോസ്പിറ്റലാണ്, പക്ഷേ ഇതിൽ ഒരു വേക്കൻസി പോലും കാണിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ചെന്നൈയും ബാംഗ്ലൂരും ഒക്കെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സാധ്യത. അതുപോലെ തന്നെ മുംബൈ. സോ ഈ റീജിയനൊക്കെ നോക്കി വേണം അപേക്ഷിക്കാനായിട്ട്. സോ ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മെഡിക്കൽ ബെനിഫിറ്റുകളും ഉണ്ട്. അതുപോലെ തന്നെ ഇയർലി ബോണസ് ഉണ്ട്, AC ട്രെയിൻ ട്രാവൽ ഉണ്ട് ഫാമിലി മെമ്പേഴ്സിന് ഉൾപ്പെടെ. അതുപോലെ തന്നെ ലൈറ്റ് ഡ്യൂട്ടിയുമാണ്. സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് റെയിൽവേ സ്റ്റാഫ് നേഴ്സ് ജോബ് എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, C കാറ്റഗറി ആയിട്ടാണ് വിളിക്കുന്നതുകൊണ്ട് തന്നെ ഏത് റീജിയനാണ് നമ്മൾ അപേക്ഷിക്കുന്നത് ആ റീജിയനിലേക്കാണ് നമ്മൾക്ക് ജോയിനിങ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ട്രാൻസ്ഫർ അങ്ങനെയൊന്നും സാധ്യത. അത് മാത്രമല്ല, സദേൺ റീജിയനിലേക്ക് ട്രാൻസ്ഫർ വരെയും ചെയ്യാം ഇതിൽ. അല്ല, അടുത്തടുത്തുള്ള ഇപ്പം നിങ്ങൾ മുംബൈയിൽ ജോയിൻ ചെയ്താലും അടുത്ത് ചെന്നൈയിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ കഴിയും. നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞ് തന്നെ അപേക്ഷിക്കാൻ കഴിയും. സോ അങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷനുകൾ ഈ റെയിൽവേ സ്റ്റാഫ് നേഴ്സ് എക്സാമിനുണ്ട്. അതുപോലെ തന്നെ ട്രിവാൻഡ്രം ഒക്കെ നിങ്ങൾക്ക് വേക്കൻസി റെയിൽവേ ഹോസ്പിറ്റലുണ്ട്, പക്ഷെ കൂടുതൽ ടൈം എടുക്കാം അവിടേക്ക് എത്താനായിട്ട്. ഓക്കെ ആണോ? യെസ്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് അതും വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ റെയിൽവേ എക്സാമിനുള്ളത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് റെയിൽവേ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് അപേക്ഷിക്കാം. 40 വയസ്സെന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിൽ തന്നെ 40 വയസ്സുള്ളവർക്ക് എക്സാമിന് അപേക്ഷിക്കാൻ കഴിയും. സോ ജനറലും EWS കാറ്റഗറിയിലുള്ളവർക്കും 40 വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഈവൻ നിങ്ങൾക്കറിയാം നമ്മുടെ കേരള PSC പോലും 36 വയസ്സേ ഉള്ളൂ അല്ലെ. 36 വയസ്സായ ഏജ് ഓവർ. അതുപോലെ എയിംസ് നോർസെറ്റൊക്കെ 30 വയസ്സേ ഉള്ളൂ. ESIC 30 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതേ സ്ഥാനത്താണ് റെയിൽവേക്ക് 40 വയസ്സാണ് ജനറൽ കാറ്റഗറിയിൽ ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത്. സോ വളരെ വലിയൊരു ഓപ്ഷനാണ്. കേരള PSC ഏജ് ഓവർ ആയി എന്ന് വിചാരിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചും വളരെ നല്ലൊരു ഓപ്ഷനാണ് റെയിൽവേ എക്സാം എന്ന് പറയുന്നത്. സോ ജനറൽ ആൻഡ് EWS കാൻഡിഡേറ്റിന് 40 വയസ്സ് വരെ എഴുതാം. അതുപോലെ OBCക്ക് വീണ്ടും ഏജ് റിലാക്സേഷൻ ഉണ്ട്, 43 വയസ്സ് വരെ എഴുതാം. SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 45 വയസ്സ് വരെ എഴുതാം. ഫിസിക്കലി ഹാൻഡികാപ്ഡ് ആയിട്ടുള്ള PWD കാറ്റഗറി ആണെങ്കിൽ 50 വയസ്സ് വരെ
എക്സാമിന് അപ്ലൈ ചെയ്യാം. അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് മറ്റെന്തെങ്കിലും വർക്ക് ചെയ്യുന്നവർക്കും 45 വയസ്സ് വരെ അവർക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം. 5 ഇയേഴ്സ് അവർക്ക് റിലാക്സേഷൻ ഉണ്ട്. സോ വളരെ വലിയൊരു ഓപ്ഷനാണ്. 40 വയസ്സാണ് ജനറൽ കാറ്റഗറിയിൽ ഏജ് ലിമിറ്റ്. സോ കേരള PSC പോലും ഏജ് ലിമിറ്റ് ആയി എന്ന് വിഷമിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണ് ഈ റെയിൽവേ എക്സാം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ക്വാളിഫിക്കേഷൻ. അടുത്ത അതുപോലെ GNMകാർക്ക് എഴുതാൻ പറ്റുമോ, GNMകാർക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്നൊക്കെ സംശയിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നതുമാണ്. സോ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് മാത്രം മതി, എക്സ്പീരിയൻസ് ആവശ്യമില്ല. 2014 2019 നോട്ടിഫിക്കേഷൻ അനുസരിച്ച് എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഇനി എങ്ങാനും ഈ പുതിയതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമോ എന്നറിയില്ല. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഈ എക്സാം നടത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ചേഞ്ച് ഉണ്ടാകാനുള്ള സാധ്യത 99% ഇല്ല എന്ന് തന്നെയാണ്. സോ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. അതുപോലെ ക്വാളിഫിക്കേഷൻ GNM ഓർ BSc നഴ്സിംഗ് ആണ്. അതുപോലെ സ്റ്റേറ്റ് നഴ്സിംഗ് രജിസ്ട്രേഷൻ വേണം. എക്സ്പീരിയൻസ് GNMനും BScക്കും ആവശ്യമില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അല്ല, ബാക്കി എല്ലാത്തിനും എക്സ്പീരിയൻസ് 2 വർഷം ആവശ്യമാണ് GNMകാർക്ക്. പക്ഷെ ഇതില് GNMകാർക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യം ഇല്ല. സോ ഒത്തിരി പേര് ഇത് സംശയം ചോദിച്ചതാണ് അല്ലെ. യെസ്. ഇനി നമുക്കറിയാം എന്താണ് നമുക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ ആണ്. അതുപോലെ തന്നെ എക്സാമും ഓൺലൈൻ എക്സാം ആണ് കേട്ടോ. സോ ടോട്ടൽ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്ന എക്സാമിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് ആണ്. കേരളത്തിലും എക്സാം സെന്റർ ഉണ്ട്. കേരളം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചെന്നൈയിലും എക്സാം സെന്റർ ഉണ്ട്. സോ കേരളത്തിലും സെന്റർ ഉണ്ട്. സോ ആപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. സോ ടോട്ടൽ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്ന എക്സാമിന്റെ 90 മിനിറ്റ് ആണ്. ഈ 90 മിനിറ്റിൽ ടോട്ടൽ 100 ചോദ്യങ്ങളാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. സോ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതിൽ തന്നെ ഓരോ ഇൻകറക്റ്റ് ആൻസറിനും 1/3 അല്ലെങ്കിൽ 0.33 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഈ എക്സാം എന്നുണ്ടാകും? നോർമലി കഴിഞ്ഞ 2019 2015 നോട്ടിഫിക്കേഷൻ 14 നോട്ടിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 4 months ആണ് നമുക്ക് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് എക്സാമിനായിട്ട് കിട്ടിയിരിക്കുന്നത്. 4 to 5 മാക്സിമം. സോ 4 months ആണ് ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ എക്സാം ഡേറ്റ് വരെ കിട്ടിയിരിക്കുന്നത്. 4 months ആണ് ശരിക്കും. സോ നിങ്ങൾ ആപ്ലിക്കേഷൻ അത് എംപ്ലോയ്മെന്റ് ന്യൂസിൽ വന്ന് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് മുതൽ 4 മാസമാണ് ഞാൻ പറയുന്നത്. സോ നമ്മുടെ ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ജസ്റ്റ് ആ വേക്കൻസി സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ സ്പ്രെഡ് ആകുന്നത്. സോ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ എന്തായാലും നോട്ടിഫിക്കേഷൻ ഉണ്ട്. ചിലപ്പോൾ അത് ജൂലൈയിൽ തന്നെ ആദ്യം തന്നെ ഉണ്ടാകും. ചിലപ്പോൾ ഒരു ഒക്ടോബർ ലാസ്റ്റ് അല്ലെങ്കിൽ നവംബർ ആദ്യം ഒക്കെ എക്സാം നടക്കും. സോ 2019 RRB സ്റ്റാഫ് നേഴ്സ് എക്സാം ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 4/3/2019 ആണ്. മാർച്ച് 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ എക്സാം എന്ന് പറയുന്നത് 19/7/2019 മുതൽ 21/7/2013 ദിവസമായിട്ടാണ് റെയിൽവേ എക്സാം നടന്നത് 2019. സോ നോക്കിയേ, മാർച്ച് 4-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു. അത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിന് മുന്നേ നോട്ടിഫിക്കേഷൻ വന്നു. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 4 2019 മുതലാണ്. ജൂലൈ 19 മുതൽ 21 വരെ ആയിരുന്നു എക്സാം. സോ ഒരു 4 മാസവും കുറച്ചുകൂടി ഡേയ്സും കിട്ടിയിട്ടുണ്ട് അല്ലേ. ഒരു 4.5 മാസം കിട്ടിയിട്ടുണ്ട്. ഇനി ശരിക്കും നോട്ടിഫിക്കേഷൻ പോലെ ശരിക്കും 5 മാസം കിട്ടിയായിരുന്നു കേട്ടോ. കാരണം ഒരു 10-15 ദിവസം മുന്നേ എംപ്ലോയ്മെന്റിലൊക്കെ വന്നായിരുന്നു ന്യൂസിൽ. ഇനി 2014 സ്റ്റാഫ് നേഴ്സ് RRB സ്റ്റാഫ് നേഴ്സ് എക്സാം നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് നവംബർ 1-ാം തീയതി 2014 നവംബർ 1-നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 8-ാം തീയതി 2015, അടുത്ത വർഷം 2015 ഫെബ്രുവരി 8-ാം തീയതി ആയിരുന്നു എക്സാം നടന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു 4 മാസമേ കിട്ടിയിട്ടുള്ളൂ. അവിടെയും കറക്റ്റ് 4 മാസം കിട്ടി. ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ് നവംബർ 1-ാം തീയതി. സോ ഒരു കറക്റ്റ് 4 മാസമാണ് അവിടെയും എക്സാമിനായിട്ട് പഠിക്കാൻ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒക്ടോബർ ലാസ്റ്റ് അല്ലെങ്കിൽ നവംബർ ആദ്യം തന്നെ എക്സാം പ്രതീക്ഷിക്കാം. സോ ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങിയ വളരെ വലിയൊരു ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞതുപോലെ എയിംസ് ഓൾ ഇന്ത്യ എക്സാം അല്ലാത്തത് കൊണ്ടും ഓരോ റീജിയണുകളിലേക്കാണ് എക്സാം വിളിച്ചിരിക്കുന്നത് കൊണ്ടും സദേൺ റീജിയണുകളിൽ കമ്പാരിറ്റീവ് നോർത്ത് ഇന്ത്യൻസിന്റെ കോമ്പറ്റീഷൻ കുറവായിരിക്കും. സോ ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെന്നൈ ഡിവിഷനിൽ മലയാളികൾക്ക് തന്നെ കൂടുതലായിട്ട് കയറാൻ പറ്റും. നിങ്ങൾ അങ്ങനെ മറ്റുള്ളവർ തഴയണ്ട. ഇപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ജിപ്മറിലൊക്കെ എക്സാമ്പിൾ എല്ലാം നന്നായിട്ട് കോമ്പീറ്റ് ചെയ്ത് കയറുന്നത് തമിഴ്നാട് സ്റ്റുഡൻസ് ആണ് അല്ലെ. മലയാളികളെക്കാളും ഇപ്പൊ ജിപ്മറിൽ കയറുന്നത് തമിഴ്നാട് സ്റ്റുഡൻസ് ആണ്. സോ അവരും നല്ല രീതിയിൽ ഇപ്പൊ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ചെന്നൈ ഡിവിഷന്റെ കോമ്പറ്റീഷൻ അത്ര ചെറിയ കോമ്പറ്റീഷൻ ആയിട്ട് കാണരുതാരും. കാരണം ജിപ്മറിന്റെ ആദ്യ റാങ്കുകളൊക്കെ എടുത്ത് നോക്കുക, ഇപ്പൊ തമിഴ് സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ ചെന്നൈ ഡിവിഷനിന്റെ കോമ്പറ്റീഷൻ അവരോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഇവിടെയും ഉണ്ടാവും.
എങ്കിലും കമ്പാരിറ്റീവ്ലി മറ്റവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് മത്സരം കുറവായിരിക്കുമെന്നേ ഞാൻ പറയുള്ളൂ. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ സിലബസ് എന്ന് പറയുന്നത് നേഴ്സിംഗ് സബ്ജക്ട്സ് എന്ന് പറയുന്ന ടോട്ടൽ 70 ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ മാർക്ക് 70 ആണ്. കമ്പാരിറ്റീവ്ലി നേഴ്സിംഗ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് എക്സാമിലെല്ലാം കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. ഇനി ബാക്കി ഒരു 30 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്സ്, ജനറൽ അരിത്മെറ്റിക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 10 ക്വസ്റ്റ്യൻസ്, ദെൻ അതുപോലെ ജനറൽ സയൻസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതെല്ലാം നമ്മുടെ CBSE 10th വരെയുള്ള സിലബസ് അനുസരിച്ചിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അങ്ങനെ 70 + 30 100 ചോദ്യങ്ങളാണ്. ഇതില് നിങ്ങളുടെ ജോലി ഞാൻ വീണ്ടും പറയും, ജോലി തീരുമാനിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നോൺ നേഴ്സിംഗ് സബ്ജക്റ്റുകളാണ്. ദാറ്റ് ഇസ് ജനറൽ അവയർനെസ് 10 ക്വസ്റ്റ്യൻ, ജനറൽ അരിത്മെറ്റിക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 10 ക്വസ്റ്റ്യൻസ്, അതുപോലെ ജനറൽ സയൻസ് 10 ക്വസ്റ്റ്യൻസ്. ഈ 30 മാർക്ക് നിങ്ങളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. സോ ക്ലിയർ ആയിട്ട് ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിലൊരു 25 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാനും കഴിയും. കാരണം നേഴ്സിംഗ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയും. സോ അങ്ങനെ 100 ചോദ്യങ്ങളാണുള്ളത്. 70 നേഴ്സിംഗും നോൺ നേഴ്സിംഗും 30 മാർക്കുമാണ്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? സോ നിങ്ങളുടെ സംശയമെല്ലാം മാറുന്ന രീതിയിൽ എല്ലാ ഡീറ്റെയിൽസ് തരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നതാണ്. കറക്റ്റായിട്ട് എന്ന് പോലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എങ്ങനെ അപേക്ഷിക്കണമെന്നൊക്കെ. സോ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫീസ് ഉണ്ട്, ജനറൽ കാറ്റഗറിക്കൊക്കെ ഫീസ് ഉള്ളതാണ്. പിന്നെ SC ST ആണെങ്കിൽ ട്രെയിൻ ഫെയർ ഉൾപ്പെടെ തിരിച്ച് കിട്ടുന്ന റീഫണ്ട് ചെയ്യുന്നതാണ്. സോ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പറയാട്ടോ. സോ ഏജ് ലിമിറ്റ് 40 വയസ്സ് വരെയാണ് ജനറലിന്. അതുപോലെ തന്നെ സിലബസ് 70 മാർക്ക് നേഴ്സിംഗും 30 മാർക്ക് നോൺ നേഴ്സിംഗുമാണ്. GNM എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. ബേസിക് ക്വാളിഫി GNM, പോസ്റ്റ് BSc നേഴ്സിംഗ് ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാൻ കഴിയും. പക്ഷേ എക്സ്പീരിയൻസ് ഇവിടെ ആവശ്യമില്ല. ഓക്കെ ആണോ? സോ നമ്മളെ സംബന്ധിച്ച് ഇനി ഒരു 4 മാസം നോട്ടിഫിക്കേഷൻ വന്നാൽ കിട്ടുള്ളൂ. സോ അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചു തുടങ്ങുക. ഞാൻ പറഞ്ഞ പോലെ ഓരോ റീജിയൻ ബേസ് ആയതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻസ് കുറവാണ് സൗത്തിൽ. സോ നന്നായിട്ട് പഠിക്കുക. ചെന്നൈ ഡിവിഷനിൽ 58 വേക്കൻസി ഉണ്ട്, ബാംഗ്ലൂർ 25 വേക്കൻസി ഉണ്ട്, അതുപോലെ മുംബൈ ഡിവിഷനിൽ 75 വേക്കൻസി ഉണ്ട്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പറഞ്ഞതുപോലെ നേഴ്സിംഗ് സബ്ജക്ട്സ് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, 30 മാർക്ക് തീരുമാനിക്കുന്നത് നോൺ നേഴ്സിംഗ് സബ്ജക്ട്സുകളാണ്. സോ നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസിസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് നേഴ്സിംഗ് എക്സാം 2019 ഒരു പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ആപ്ലിക്കേഷനിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോൾഡറിൽ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് മനസ്സിലാക്കാൻ കഴിയും. സോ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ജൂലൈ 1-ാം തീയതി മുതൽ റെയിൽവേ എക്സാമിന്റെ ക്ലാസ്സുകൾ, ഇന്റൻസീവ് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നോൺ നേഴ്സിംഗ് സബ്ജക്ട്സിന് പ്രത്യേക പ്രയോറിറ്റി കൊടുത്തുകൊണ്ടായിരിക്കും അതിൻ്റെ ക്ലാസ്സുകൾ വരുന്നത്. അതിൻ്റെ 30 മാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് ജൂലൈ 1 മുതൽ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കുക. അവസാനത്തേക്ക് മാറ്റി വെക്കരുത്. ആദ്യം ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഒരു കേന്ദ്ര ഗവൺമെന്റ് നേഴ്സിംഗ് ജോലി എന്ന സ്വപ്നം നിങ്ങളെ സംബന്ധിച്ച് 2024 ഞാൻ ആദ്യം മുതലേ പറഞ്ഞതാണ്, നിങ്ങളുടെ ഒരു ഗോൾഡൻ ഇയർ ആണ് അല്ലെ. എയിംസ് നോർസെറ്റിന്റെ 2 എക്സാം, ESIC എക്സാം, SGPGMS, BHU, റെയിൽവേ ഇപ്പോൾ വന്നു, അടുത്ത എയിംസ് നോർസെറ്റ് അടുത്ത വരാൻ പോകുന്നു, SNA എക്സാം വരാൻ പോകുന്നു, അങ്ങനെ ഒത്തിരി DME സ്റ്റാഫ് നേഴ്സ് PSC എക്സാം നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുണ്ട്. സോ അങ്ങനെ ഒത്തിരി അവസരങ്ങളാണ് ഈ വർഷം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഗവൺമെന്റ് നേഴ്സിംഗ് ഓഫീസർ ജോലി എന്ന സ്വപ്നം 2024 സാധ്യമാകട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.